എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള അസത്ത് മേഡം പോലെ ഉമർസാദ് ഇവരോട് ഒരിക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. മേഡം എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ജസ്ലീനാണ്. പിന്നെ ആക്കോടാണ് എന്റെ സ്വദേശം. എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് എന്റെ നാട്ടിൽ തന്നെയുള്ള ഹനീഫ സാറും ആണ് ഞങ്ങൾക്ക് ഈ ബിസിനസ് അവസരം തന്നത്. സാറിന് ഈ അവസരത്തില് നന്ദി അറിയിക്കുന്നു. ഈ ഒരു ബിസിനസ് ആണ് എന്നും അവസരം മനസ്സിലാക്കിയൊന്നല്ല ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. ഞാൻ ഇതിലേക്ക് കടന്നു വന്ന സമയത്ത് എനിക്ക് പ്രോഡക്റ്റോ ബിസിനസ്സോ ഒന്നും അറിയില്ലായിരുന്നു. ഞാനൊരു അസുഖമായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. അസുഖം എന്ന് പറഞ്ഞാല് ഞാന് കുടുംബശ്രീ വർക്കിനൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ വാർഡിലെ ADS പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്ക് കംപ്ലൈന്റ് വന്നു. ഒരു വർഷം നന്നായിട്ട് കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിന്റെ രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോ എനിക്ക് ഊരവേദനയും കാലുവേദനയൊക്കെ അനുഭവപ്പെട്ടു. ഈ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. ഒന്ന് MRI ചെയ്ത് നോക്കിയാലേ കൃത്യമായിട്ട് അറിയുള്ളൂ. അങ്ങനെ ആ ഒരു സ്കാൻ ചെയ്തെടുത്ത് വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഡിസ്ക് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ഡിസ്ക് തെറ്റിപ്പോയ അവസ്ഥയാണുള്ളത്. അപ്പൊ എന്തായാലും സർജറി ചെയ്ത് കമ്പിട്ടാൽ മാത്രമേ ആ ഒരു പ്രശ്നം സോൾവ് ആവുള്ളൂ. കാരണം എനിക്ക് ഊരവേദന മാത്രമല്ല, ഊരവേദന ഞാൻ സഹിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ എനിക്ക് കാലിൽ തരിപ്പ് വന്നിട്ട് ഒരു സ്ഥലത്തും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അത് വലിയ സാലറി ഉള്ള പണിയൊന്നും അല്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അതിലുണ്ടാവും. കാരണം വാർഡിലെ എല്ലാ കുടുംബശ്രീകളെ നോക്കുന്ന ചുമതലയും കാരണം ആ ഒരു ഇതിൽ നിൽക്കുമ്പോ നമുക്ക് മെമ്പർമാരെ ഒരുപാട് കാര്യങ്ങളും അവര് നേരിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. നന്നായിട്ട് എന്താ പറയാ ഓടി ചാടി നടന്ന് ഒരു ടൈമും റെസ്റ്റ് ഇല്ലാത്ത ഒരു ഇതായിരുന്നു. അങ്ങനെ ഡോക്ടർ ഈ ഒരു സാഹചര്യം പറഞ്ഞപ്പോ ഡിസ്ക് തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ്, ബൾജായിട്ടുണ്ട്, ബൾജായ ഡിസ്കിന്റെ ഉള്ളിൽ ഞരമ്പ് കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു MRI ചെയ്ത് ഡോക്ടറെ കാണിച്ചപ്പോ. അപ്പൊ ഇനി ഇതില് മരുന്നിനൊന്നും വലിയ ഒരു ഫലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇത് സർജറി ചെയ്യലാണ് ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞു. ഞാനെച്ചാല് തീരെ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. ഏത് സ്ഥലത്ത് പോയാലും അവിടെ നിൽക്കുന്ന സമയത്ത് കാലില് തരിപ്പ് വരിക, കാല് കുഴയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സർജറി ചെയ്ത് കമ്പി ഇടണം, കമ്പി ഇട്ടാൽ മാത്രമേ ആ ഒരു ഇത് ശരിയാവുള്ളൂ, അല്ലാതെ ഇതില് കാര്യമായിട്ട് ചികിത്സ ഒന്നുമില്ല. അപ്പോ കമ്പി ഇടുന്ന സമയത്ത് അവര് പറഞ്ഞത് നിങ്ങൾ സർജറി ചെയ്ത് കമ്പിടാണെങ്കിലും പിന്നീട് കുനിയാൻ പാടില്ലാന്ന്. കാരണം ഡിസ്ക് ഏറ്റവും താഴെയുള്ള ഡിസ്കാണ് ബൾജായത്. ആ ബൾജായ ഡിസ്ക് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് അത് കമ്പിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു നെട്ടും ബോൾട്ടും ഇടുന്ന പണിയേ ഉള്ളൂ എന്നാ ഒരു പ്രശ്നം സോൾവ് ആവുന്നത്. അപ്പൊ ആ ഒരു അങ്ങനെ ശരിയാവുന്നു പറഞ്ഞു. പിന്നീട് അവര് പറഞ്ഞത് ഒരിക്കലും പിന്നെ കുനിയാൻ പാടില്ല, ഡയറക്റ്റ് നമ്മള് കുനിയാൻ പാടില്ല, കുനിഞ്ഞു കഴിഞ്ഞാല് ആ കമ്പി പൊട്ടും ചെയ്യും. അപ്പൊ നമ്മള് അന്ന് ആ സമയത്ത് എന്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാല് 35 വയസ്സായിരുന്നു. ആ ഒരു സമയത്ത് നമ്മള് ഡിസ്കിന് സർജറി ഒക്കെ ചെയ്ത് കമ്പിയിട്ട് നമുക്ക് വേദന ഒക്കെ പോയാല് നമ്മൾ എന്തായാലും ഉരവേദന നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല, കാലില് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കുനിഞ്ഞു പോകൂടെ. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് വീണ്ടും ആകെ ഒരു കമ്പി പൊട്ടുക, പിന്നെ സർജറിക്ക് പോവുക. അപ്പൊ അതൊരു പോസിറ്റീവ് ആണോ എന്ന് എന്റെ ഫാമിലി, ഞാൻ പിന്നെ ഒന്നിനും ഒരു കാര്യമായിട്ടുള്ള സൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് എന്റെ ഉപ്പായും ഹസ്ബൻഡും കൂടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ സർജറി ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അങ്ങനെ ഫുൾ ടൈം വേദന ഇല്ലാത്ത ഒരവസ്ഥയും പിന്നീട് അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെങ്കിലല്ലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു ഇനി എന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഡോക്ടർ ഒരു സൊല്യൂഷനും കൂടി പറഞ്ഞു, നിങ്ങൾക്ക് നന്നായിട്ട് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1-2 മാസത്തേക്കൊക്കെ വേദന റിമൂവ് ആവുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്തു തരാന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ സമ്മതിച്ചു. കാരണം എനിക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അതും പിന്നെ സാധാരണ ഇഞ്ചക്ഷൻ ഒന്നുമല്ല, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റിയിട്ട് അവിടുന്ന് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ്. നട്ടെല്ലിന് അവിടുത്തെ നീര് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോഴും ഇപ്പൊ അതിന് സമ്മതിച്ചില്ല. കാരണം 1-2 മാസത്തിന് അത്രയ്ക്ക് റിസ്ക് ഉള്ള ഇഞ്ചക്ഷൻ ഒക്കെ ആണോ അത് നല്ലതാണോ എന്നുള്ള രീതിയിൽ പിന്നീട് വീണ്ടും ഊരക്ക് ബെൽറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നതായിരുന്നു. വീട്ടില് നല്ല റെസ്റ്റ് ആയിരുന്നു, തീരെ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ പിന്നെ ഞങ്ങൾ തെറാപ്പി ഡോക്ടറെ പിന്നീട് ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1-2 മാസം ഒന്നരാടെ ഇടവിട്ട് തെറാപ്പി ചെയ്തു. തെറാപ്പി ചെയ്തപ്പോഴും എന്നാണോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അന്ന് ഫുള്ളും പിറ്റേന്ന് ഒരു ഉച്ചവരെയും എനിക്ക് വേദന ഇല്ലാതെ പോകും. പിന്നീട് വീണ്ടും വേദന വരും. അങ്ങനെ 1-2 മാസം അങ്ങനെയും കുറെ കാത്തിരുന്നു. പിന്നെ വീട്ടില് ഇനി എന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഉഴിച്ചിലിന്റെ സ്ഥലത്ത് വാവാട് അവിടെ അന്വേഷിച്ചു. എന്റെ സ്കാൻ റിപ്പോർട്ടൊക്കെ അവര് കണ്ടു. ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു ഇത് 1 മാസത്തേക്ക് ഇവിടെ ഒരു ഏകദേശം ഒരു 35,000-40ന്റെ ഉള്ളിൽ ചെലവ് വരും. ഇവരെ സ്കാനിങ് കണ്ടിട്ട് ഞങ്ങൾക്ക് 1 മാസം കൊണ്ട് റെഡി ആവുമെന്ന് പറയാറ്റില്ല, ഞങ്ങളൊന്ന് വന്നു നോക്കി. ആ ഒരു സമയത്ത് അത്രയും തുക ഒരുമിച്ചെടുക്കാൻ കയ്യിലില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങള് അതിനും മുതിർന്നില്ല. വീട്ടില് നല്ല റെസ്റ്റ് തന്നെയായിരുന്നു. എന്റെ വീട്ടില് ഇക്ക കൊണ്ടയാക്കി, മക്കളും ഇക്കാക്കും വീട്ടില് ഒറ്റക്ക് നിൽക്കായിരുന്നു. ഇപ്പോ ആ ഒരു സമയത്താണ് പിന്നെ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടും എനിക്ക് ഒരു മാറ്റവും വന്നില്ല. അപ്പൊ അവിടെ അങ്ങനെ നിന്നിട്ട് കുട്ടികൾ ഇവിടെ ഒറ്റക്കല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ബ്രെഡ് തന്നെ നിൽക്കാന്നുള്ള രീതിയിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ വന്ന് ആ ഒരു സമയത്താണ് ഇക്കാക്കന് അനീഫ് സാറ് പുറത്തുനിന്ന് ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത്, നമ്മളെ MI-Life പ്രോഡക്റ്റുകള്. ഇക്കാക്ക എന്താ വെച്ചാല് ഒരു ഇംഗ്ലീഷ് മരുന്നിനോട് ഭയങ്കര വിരോധമുള്ള ഒരാളായിരുന്നു. കാരണം അത് ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ്, അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോ ഈ അനീഫ് സാർ ഇങ്ങനെ എന്തൊക്കെയോ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ഒക്കെ ആയുർവേദാണ്, അതൊക്കെ ആരോ പറഞ്ഞിട്ട് ഇക്കാക്ക അറിയുന്നുണ്ട്. അങ്ങനെ അവര് പുറത്തുനിന്ന് 1-2 പ്രാവശ്യം ഇക്കാക്കനോട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പ്രോഡക്റ്റുകൾ ഉണ്ട്, നല്ലതാണ്, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഒരു ദിവസം രാത്രിയില് ഹനീഫ സാറും കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് ബൈസാം സാറേയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ഇവര് വന്ന സമയത്ത് തന്നെ ഇവര് കൊലായിൽ കയറിയിരുന്നു. അപ്പൊ ഒരു പാന്റ് കുപ്പായൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്ത ഒരാളെ കൂടെ ഉണ്ടായപ്പോ ഹനീഫ സാറ് സാധാ വേഷത്തിലാണ് വന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതെന്തോ ഒരു ഉഡായിപ്പാണെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി ഇവരെ കണ്ടപ്പോ. അപ്പൊ ഞാൻ വേഗം കിടക്കുന്നിടത്ത് നീച്ചു വന്നു. ഒരു നോട്ടം വരെ നോക്കിയിട്ട് ഞാൻ വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോയി. ഇവര് ശരിക്കും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും എന്നെ കേൾപ്പിക്കാനും കൂടിയാണ് വന്നത്. ഇക്കാക്കനെ കൊണ്ട് 1-2 പ്രാവശ്യം പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് അവര് പറയുന്നത് കേൾക്കാന് അവരെടുത്ത് നിന്നിട്ട് കേൾക്കാനുള്ള ആ ഒരു സിറ്റുവേഷനും കൂടി എന്റെ അടുത്തില്ല. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞാൻ പുറത്തിങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ നിന്നപ്പോ എന്റെ കാല് തരിപ്പ് വന്നു, എനിക്ക് കാല് കുഴയുന്ന ഒരവസ്ഥ വന്നു. അപ്പൊ ഇനി എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റൂല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ കിടക്കാൻ പോയി. അപ്പൊ ബൈസാം സാറ് ചോദിച്ചു മാഡത്തിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പ്രശ്നമൊക്കെയാണ് ഡോക്ടർ, കാര്യമാണ് പറഞ്ഞത്, എല്ല് തേഞ്ഞിട്ട് ഡിസ്ക് തെറ്റിപ്പോയതാണ്, അതിന്റെ ഉള്ളിൽ ഞരമ്പ് കുടുങ്ങി ഡിസ്ക് ബൾജായി നിൽക്കുന്നതിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോ സാറ് പറഞ്ഞു എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ പ്രശ്നം നമുക്ക് വരൂലല്ലോ. അത് എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ എല്ലിന്റെ ഉള്ളിലുള്ള മജ്ജ നഷ്ടപ്പെടാവുന്ന ആ ഒരു അത് ഒരു
ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഞങ്ങളെ കയ്യില്. അപ്പൊ അതൊക്കെ ഒന്ന് മാഡം ഉപയോഗിച്ച് നോക്കി. ഇപ്പൊ നല്ല മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരു മനുഷ്യന്റെ എല്ല് തേയുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം അതൊന്നും മനസ്സിലായില്ല കേട്ടോ. കാരണം നമ്മള് എല്ല് തേയ്മാനം എന്ന് പറഞ്ഞാല് ഡോക്ടർ പറയുന്നതാണ് അതിന്റെ ശരി എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോ ഇവര് ഏതായാലും കുറെ നേരം സംസാരിച്ചു. ഞാൻ പോയി ഇവരെ സംസാരം കേൾക്കാൻ പിന്നെ നിന്നില്ല. സാറ് ഇത്രയും പറഞ്ഞു, അത് ഞാൻ കേട്ടു, ഞാൻ പോയി. പോയി ഇരുന്ന സമയത്ത് പിന്നെ സാറ് മുസ്തഫ സാറ് പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, എന്നാ അവൾക്കുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7500 രൂപന്റെ പ്രോഡക്റ്റും ഉണ്ട്. പിറ്റേ ദിവസം തന്നെ അനീഫ സാറും ബൈസാറും വീട്ടിലെത്തി. അവര് പ്രോഡക്റ്റ് കൊണ്ടുവന്നു. ഇത് മാഡത്തിന് ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഒരു 2 തരം ക്യാപ്സ്യൂളും ഒരു തൈലും എന്റെ കയ്യിലേക്ക് എടുത്തു തന്നു. അപ്പൊ അത് ഞാന് ഉപയോഗിക്കാൻ എനിക്ക് എന്താ പറയാ ഭയങ്കര പേടിയായിരുന്നു. ഞാന് എന്തോ ഇവരെന്താ അനീഫ സാറ് ഡോക്ടർ അല്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ബൈസാം സാറ് പറഞ്ഞു ഞാൻ ഒരു നെറ്റ്വർക്കിലാണ് ഈ ഒരു ബിസിനസ് ഉള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമ്മളിപ്പോ ഏതൊരു കമ്പനി, ഞാൻ വെച്ചാൽ ഇതുവരെ ഒരു കമ്പനിയിലും ആ ഒരു സമയത്ത് ജോയിൻ ആയിട്ടില്ല. ഒരുപാട് കമ്പനികളും ഒരുപാട് പ്രോഡക്റ്റുകളും ഒക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അങ്ങനെ കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും, ഇവർക്ക് കൊടുത്താൽ ഇതാവും എന്നുള്ളത് ആളുകൾ തോന്നിയിട്ടാവാം ഒരുപാട് കമ്പനിത്തെ ആളുകള് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതൊന്നിനും മൈൻഡിലേക്ക് എടുത്തിട്ടില്ല. അപ്പോഴും ഇവരെ നെറ്റ്വർക്കാണ്, അതിലുള്ള പ്രോഡക്റ്റുകളാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു നെവർ മൈൻഡ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനോട് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ വിശ്വാസമില്ല. ഇതെങ്ങനെ കുടിച്ചാല് മാറോ, ഇത് തന്നതൊക്കെ ഡോക്ടർമാരൊക്കെയാണോ എന്നൊക്കെ ഉള്ള ചോദ്യം ഞാൻ ഇക്കാക്കനോട് ചോദിച്ചു. അവര് പോയതിന്റെ ഇഷ്ടം എന്നോട് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ ഫസ്റ്റ് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഞാനും കുടിക്കാറ്. അങ്ങനെ അടുത്ത് കൊണ്ടുവന്ന ആ 2-3 ദിവസം ആദ്യം ഇക്കാക്ക് കുടിക്കും. അങ്ങനെ 2-3 ദിവസം ഓര് കുടിച്ചതിന് ശേഷം ഞാനും കുടിക്കും. അപ്പൊ ഇങ്ങക്ക് ഇത് ഇങ്ങനെ കുടിക്കാൻ പറ്റുമോ, അങ്ങനെ വേദന ഇല്ലാത്തവർക്ക് കുടിക്കാൻ പറ്റുമോ? അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഓര് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഫുഡ് സപ്ലിമെന്റുകളാണ്. അങ്ങനെ ഇക്കാക്കന് കുടിച്ച് ആ ഒരു ധൈര്യം തന്നപ്പോഴാട്ടോ ഞാനും കുടിച്ചത്. ഭയങ്കര പേടിയായിരുന്നു. 1-2 മാസമല്ല 4 മാസത്തോളം ഞാന് ഇപ്പൊ ഇവര് തന്ന പ്രോഡക്റ്റ് ഒക്കെ പിന്നീടാണ് എനിക്ക് ഈ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സ്പൈറുലിന ഗോൾഡ്, അതേപോലെ നോവേദന ക്യാപ്സ്യൂള്, ചാമ്പി തൈലം, നാഡ്സിയം, ഇത്തരം പ്രോഡക്റ്റുകളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അത് ഞാൻ ഇവര് ഇത് തരുന്ന സമയത്ത് നമ്മളെ അടുത്ത് മനസ്സിൽ എന്താ ഉണ്ടാവുക, ഒരു മരുന്നോ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഒരാഴ്ച അല്ലെങ്കിൽ ഏറിയ 2-3 ദിവസം കഴിയുമ്പോ അങ്ങനെയൊക്കെ നമുക്കൊരു മാറ്റം വരും എന്നാണല്ലോ. അപ്പൊ ഞാനിത് ആയുർവേദമാണ് പതുക്കെ മാറുള്ളൂ എന്നുള്ളതൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാൻ കഴിച്ചപ്പോഴും എനിക്ക് ഒരു മാറ്റം വന്നില്ല. അപ്പോഴും ഞാൻ ഇവരെങ്ങനെ വിളിക്കും, ഫസ്റ്റ് പൈസ അനീഫ സാറെ വിളിക്കും, ഒരു മാറ്റമില്ലല്ലോ, നിങ്ങൾ എത്രയും പൈസന്റെ മരുന്നൊക്കെ തിന്നിട്ട് ഇതില് ഒരു മാറ്റമില്ലല്ലോ പറയും. പിന്നെയും കഴിക്കും. അങ്ങനെ 10-15 അങ്ങനെ ഇടവിട്ട് ഇവരെ ഞാൻ ഇങ്ങനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യും. കാരണം ഇത്രയും പൈസക്ക് മരുന്ന് വാങ്ങിയിട്ട് എനിക്കൊരു മാറ്റമില്ല, ആദ്യത്തെ പോലെ തന്നെയാണ്, അതില് ഒന്ന് ഏറിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരു പൊടി പോലും എനിക്ക് കുറവ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കുറച്ച് നല്ല 1-2 മാസം ഒക്കെ ആയ സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ഇവരെ വിളിക്കാൻ ഞാൻ മറന്നു എന്നല്ല, എനിക്ക് വിളിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. കാരണം എനിക്ക് എന്തോ മാറ്റങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എന്റെ കാലിന്റെ തരിപ്പൊക്കെ പോവല് തുടങ്ങി. വേദനയിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് റിമൂവ് ആകാൻ തുടങ്ങി. അപ്പൊ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവരെ ഞാൻ വിളിക്കാൻ വിട്ടുപോയതാണ്. അതില് ബൈസാറ് ഒരു ദിവസം മുസ്തഫ സാറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ വൈഫിന്റെ വിളി വരാറില്ലല്ലോ, എന്താ ഇപ്പൊ അവസ്ഥ ചോദിച്ചു. അപ്പൊ ഓൾക്ക് എന്തോ മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചെറിയ തോതിൽ അടുക്കളയിലേക്കൊക്കെ എണീറ്റ് വരും, കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അവര് വീണ്ടും വീട്ടിൽ വന്നു. ഒരുപാട് പ്രാവശ്യം അന്വേഷിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അവര് ഇങ്ങോട്ട് അന്വേഷിക്കാൻ സമയം ഞാൻ അങ്ങോട്ട് കൊടുക്കുകയില്ല. കാരണം ഞാൻ അവരങ്ങോട്ട് വിളിച്ചിങ്ങനെ നിരന്തരം ശല്യം ചെയ്യാറാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് പിന്നീട് എനിക്ക് ആ ഒരു 2 മാസമൊക്കെ വന്ന സമയത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ എനിക്കൊരു വിശ്വാസം വന്നു, അല്ല ഇതിൽ എന്തൊക്കെയോ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ.
ഒന്നും കൂടി സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തോന്നി. അങ്ങനെ 3-ാമത്തെ മാസം ഉപയോഗിച്ചു. എനിക്ക് നല്ല മാറ്റം വരൽ തുടങ്ങി. നന്നായിട്ട് വേദനയൊക്കെ പോയി, കാലിന്റെ തരിപ്പൊക്കെ പോയി. എനിക്ക് വീണ്ടും എന്താ ആദ്യത്തെ അവസ്ഥ പോലെ ആയോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അങ്ങനെ എനിക്ക് നന്നായിട്ട് റിസൾട്ട് ആയി. അപ്പൊ ബാക്കിയുള്ള ഈ 7,500 രൂപയിൽ ബാക്കി കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട്. എന്തെല്ലാം പ്രോഡക്റ്റുകളാണെന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കഫ്നിലോ പേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു ഞാൻ കാക്കനോട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ഇതിനെ കുറിച്ച് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സാറ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം പോയിട്ട് അറ്റൻഡ് ചെയ്യാറ്. അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി പഠിച്ചോളി, ഞാൻ പഠിക്കുന്നില്ല. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവര് ഫസ്റ്റ് തന്നെ എന്റെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ ചോദിച്ചിരുന്നു. എന്റെ അഡ്രസ്സും ഡീറ്റെയിലും ഒന്നും ഞാൻ തരൂല, വേണമെങ്കിൽ ഓൽത് വാങ്ങിക്കോളി അറിഞ്ഞ. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാല് ഓൽക്കായിക്കോട്ടെ, എനിക്ക് അത് ഏറ്റെടുക്കാനൊന്നും കഴിയൂലാറിന്. അങ്ങനെ ഇക്കാക്കാണ് അഡ്രസ് ഒക്കെ കൊടുത്തത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങളെല്ലാം അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ കൊടുത്തത്, നിങ്ങൾ പോയി പഠിച്ചോളി, എന്നിട്ട് ബാക്കിയുള്ള പ്രോഡക്റ്റും കൂടി വിറ്റാളി, ഇതിവിടെ അങ്ങനെ പെട്ടിയിൽ വെക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ട് എനിക്ക് അടുത്ത മാസം കുടിക്കാൻ ഉള്ള പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അല്ല, ഇത് ഇജ് കുടിച്ച ഈ ഒരു പ്രോഡക്റ്റിന് റിസൾട്ട് കിട്ടിയല്ലോ, അപ്പൊ ചിലപ്പോ ഇതിൽ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും നല്ല തന്നെ ആയിരിക്കും, നമുക്ക് ഇതിനൊന്ന് കുറിച്ച് പഠിക്കാന്ന് പറഞ്ഞു. എന്നാ ഓക്കെ, നമുക്ക് ഒരു ദിവസം സുബീർ സാറ് പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഇക്കാക്കന്റെ കൂടെ അന്ന് ആ ഒരു സമയമായപ്പോത്തിന് ഒരു 4.5 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ ട്രെയിനിങ്ങിന് പോവാൻ തുടങ്ങി. വണ്ടിമേലൊന്നും കയറിയിട്ട് എനിക്ക് ഇരിക്കാനോ ഒന്നും പറ്റൂലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വണ്ടിമേലൊക്കെ പോയിട്ട്, കോഴിക്കോടായിരുന്നു അന്നത്തെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇത് നല്ല ഒരു സാധനമാണ്. ഒരുപാട് ആളുകൾ റിസൾട്ട് പറഞ്ഞു, പേസ്റ്റിന് റിസൾട്ടുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ അന്ന് മനസ്സിലായി. എന്നാലും വലിയൊരു ഇതൊന്നും അന്ന് കിട്ടിയിട്ടില്ല. വീണ്ടും ഒരു 5-6 പ്രോഡക്റ്റ് ട്രെയിനിങ് ഞാൻ സുബീർ സാറത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് വന്ന സമയത്ത് തന്നെ കുറച്ച് കോൺഫിഡന്റ് ആയി. ഞാനൊരു 7-8 മാസത്തോളം ADSന്റെ ഇതിന്ന് മാറി നിന്നു. വേറെ എന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു. അവര് 8 മാസം കഴിഞ്ഞാല് പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഏറ്റെടുത്തു. ഞാൻ വയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്താണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയതും. അങ്ങനെ ട്രെയിനിങ് കിട്ടിയപ്പം ബാക്കിയുള്ള ഈ ADSന്റെ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് 1 മണിക്കൂറോളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഈ മനസ്സിലായ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇതപ്പം അവർക്കൊക്കെ അറിയാം, എന്നോട് ചോദിക്കും. കാരണം എല്ലാരും ഞാനിങ്ങനെ മുടങ്ങിയ സമയത്ത് എന്താണ് പ്രശ്നം ഇങ്ങനെ എന്നുള്ളതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചികിത്സക്ക് വലിയ സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ട് അവനെ സർജറി തന്നെയാണ് നമുക്ക് ഇതിന് ചെയ്യാനുള്ളത് വെച്ചാല് പൈസകൾ വിഷയാക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം എങ്ങനെ ഞാൻ മുടങ്ങിയതും പിന്നീട് ഞാൻ എങ്ങനെ പുറത്തിറങ്ങി വന്നു എന്നുള്ളതും ആളുകൾ ചോദിക്കാൻ തുടങ്ങി. എന്ത് ഉപയോഗിച്ചിട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോ ആളുകൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കുടുംബശ്രീയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ചെറിയ ചെറിയ പ്രോഡക്റ്റുകളൊക്കെ പേസ്റ്റ്, കഫ്നില്, നോവേദന ജെല്ല് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ ADSന്റെ മീറ്റിങ്ങിലൂടെ തന്നെ വിറ്റഴിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് കൊടുത്ത സമയത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയപ്പം ഭയങ്കര സന്തോഷായി. കാരണം അതുവരെ കുടുംബശ്രീയിൽ ഒരുപാട് പണി ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് അതിലൊന്നും സാലറി ഉള്ള ഒരു ഇതല്ലല്ലോ, നമ്മള് സേവനം എന്നുള്ള രീതിയിലാണ് കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് സമയമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റിച്ചത്. അപ്പൊ ഇതിന്ന് ചെറിയ ചെറിയ വരുമാനം എന്നല്ല വെച്ചാല് നമ്മൾ പുറത്തേക്ക് എന്തൊരു ആവശ്യത്തിന് നമ്മൾ പുറത്ത് ഇറങ്ങുകയാണെങ്കിലും നമ്മള് ഒരു വരുമാന മാർഗം നമുക്ക് ഇല്ലാത്ത ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവുക അല്ലെ. പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 ചോദിക്കുമ്പോൾ ഒരു 10-20 തരും. ഒരു 100ന്റെ ആവശ്യമാണെന്നുണ്ടെങ്കിലോ നമുക്കൊരു 50 തരും. അങ്ങനെയാണ് അവരെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര എന്താ പറയാ,
നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടായാൽ നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ ചെലവാക്കാന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. ഓരോരോ ആഴ്ചകളിൽ എന്ന് പറഞ്ഞ മാതിരി ഓരോ റാങ്ക് മാറിയിട്ടാണ് തുടക്കത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് റാങ്ക് ചേഞ്ച് ആവുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്റെ കൂടെ എന്റെ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ഓരോരുത്തർ ജോയിൻ ആയി, അവരൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ അങ്ങനെ എനിക്ക് ചെറിയ ചെറിയൊരു ടീമായി. ആ ഒരു സമയത്ത് ഇക്കാക്കന്റെ ഐഡിയ അടിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ പർച്ചേസ് വരുന്ന സമയത്തും എന്റെ ഐഡിയ അടിക്കുമ്പോൾ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ബിസിനസിന്റെ പ്ലാൻ ഒക്കെ കുറെ കേട്ടപ്പോ കുറെയൊക്കെ ഒരു മനസ്സിലൊരു ആത്മാർത്ഥത ഉണ്ട്. എന്നാലും എന്റെ പൈസ അല്ലല്ലോ, അവരെ പൈസ അല്ലേ എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങള് ചെറിയ ചെറിയ ടീമൊക്കെ ആയി നന്നായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങൾ എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തു. അതുപോലെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. നിങ്ങള് ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യായിരുന്നു. അന്ന് ഇക്കാക്കന്റെ പണി എന്ന് വെച്ചാല് പെയിന്റിങ്ങും അതുപോലെ ഓട്ടോ ഉണ്ടായിരുന്നു. അതുപോലെ കർഷക തൊഴിലാളിയായിരുന്നു. മെഷീൻ കൊണ്ട് തേങ്ങ ഇടാൻ പോകുന്ന ആ ഒരു ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ പണികൾക്കും പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കാക്ക ഒരു ആക്സിഡന്റില് മരണപ്പെട്ടത്. ആ ഒരു സമയത്ത് ഞങ്ങള് രണ്ടാളും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തായിരുന്നു നമ്മള് അന്ന് ഈ വൈകുന്നേരം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറെ വീട്ടില് മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ അതിന് പോവാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അന്ന് ഉച്ച വരെ എവിടേക്കും പോയിട്ടില്ലായിരുന്നു. ഉച്ചന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തു. വീട്ടില് കിണറ് നന്നാക്കാൻ വേണ്ടിയിട്ട് അതിലെ കിണറിൽ ഇറങ്ങിയ സമയത്താണ് അതിലേക്ക് തന്നെ വീണിട്ട് മരണം സംഭവിച്ചത്. ആ ഒരു സമയത്ത് എന്താ പറയാ, ഞാന് ഈ ഒരു ബിസിനസ് അവസരത്തില് ഒരുപാട് പണികളൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു അന്ന്. എന്താ പറയാ, ഈ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ തൊഴിലാളിയായിരുന്നു, കർഷക തൊഴിലാളിയായിരുന്നു, പെയിന്റിങ്ങിന്റെ. അപ്പൊ ഒരുപാട് അതിന്റെ ഒക്കെ ഒരുപാട് സാമഗ്രികൾ വീട്ടിലുണ്ട്. അപ്പോ അതേ ഒപ്പം തന്നെ ആ ഒരു അതിന്റെ തൊട്ടടുത്ത ഒരു 3 ദിവസം മുമ്പ് ഞങ്ങളെ ഒരു മീറ്റിങ്ങിന് സുബീർ സാറെ കോട്ടൂളിത്തെ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിക്കുകയും ഞാനും എന്റെ ലീഡറും മുസ്തഫ സാറും കൂടി പോയിട്ട് ഞങ്ങള് തീരുമാനമൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്ന് DTC, ഞാൻ അന്നിക്ക മരിക്കുന്ന സമയത്ത് ഞങ്ങളെ റാങ്ക് ATC ആയിരുന്നു. DTC എന്ന് പറഞ്ഞ റാങ്ക് പെട്ടെന്ന് പിടിക്കണം, കുറഞ്ഞ ബിസിനസ് വോളിയം കൂടി ഉള്ളൂ. അപ്പോ അവിടെ എന്തായാലും പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ എത്ര വെച്ചാല് നമുക്ക് എന്നാല് ഒരു ഹോം ഷോപ്പിൽ പോലെ ഒരു പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആ റാങ്ക് ചേഞ്ച് ചെയ്യാം, പ്രോഡക്റ്റ് സെയിലാക്കുന്ന കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു അവിടുന്ന് തീരുമാനം എടുത്ത് പോകുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഒരു 35,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അതിന്റെ 3-ാമത്തെ ദിവസമാണ് ഇക്കാക്ക് ഇങ്ങനത്തെ ആക്സിഡന്റ് സംഭവിച്ചത്. ആ ഒരു സമയത്ത് ഇക്ക ഇത്രയും പണികൾ ചെയ്യുന്ന ആ ഒരു ആയുധങ്ങളും വീട്ടിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് അവസരത്തിലെ ഒരു 35,000 രൂപയുടെ അതിന്റെ മുന്നത്തെ ഒരു 10-15 രൂപയുടെ പ്രോഡക്റ്റ് വേറെയും കയ്യിലുണ്ട് കേട്ടോ. ആ ഒരു അപ്പൊ ഒരു ടോട്ടൽ ഒരു 50-55 രൂപയുടെ പ്രോഡക്റ്റ് ഞങ്ങളെ കയ്യിലുണ്ട്. ആ ഒരു സിറ്റുവേഷനില് ആ ഒരു ആയുധങ്ങളൊക്കെ അവിടെ പണയം വെക്കുന്ന ആ ഒരു ഇതാണ് ഉണ്ടായത്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഇതില് മരണം സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് 4 മാസം ഇദ്ധരിക്കുന്ന ആ ഒരു കാലാവധിയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഇദ്ധയുടെ കാലാവധി ടൈമിൽ തന്നെ എനിക്ക് എന്റെ കയ്യിലുള്ള പ്രോഡക്റ്റുകളൊക്കെ വിറ്റഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചാല് നമുക്ക് ഫോണിലൂടെ നമ്മളെ കഴിയുന്ന അതിന് വാങ്ങുന്ന ആളുകൾക്കൊക്കെ നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാം. ബാക്കിയുള്ള ഇക്ക് ചെയ്യുന്ന എല്ലാ മേഖലയിലെ എല്ലാ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ അതവിടെ മുടങ്ങി കിടക്കുന്ന ഇന്നും ശരിക്കും ഞങ്ങൾക്ക് ഓട്ടോ ഉണ്ട്. ആ ഒരു ഓട്ടോയോ ഇക്കാന്റെ 1-2 ബൈക്കുകള്, അപ്പൊ അതൊന്നും ഒന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പോലുള്ള ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഓട്ടോ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ഒരു പേപ്പറിന്റെ ഒരു വിഷയം കൊണ്ട് അത് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത് എത്രയേ ഉള്ളൂ,
അന്നും എല്ലാ മേഖലയും അതില് നമ്മൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ. അല്ലെ? വെച്ചാല് ഇത്രയും പണികൾ ചെയ്യുന്നുണ്ട്, ഒരു നേരം ഒക്കെ വെറുതെ നിൽക്കുന്നില്ല. എന്നാലും ആ ഒരു കുറച്ച് സമയം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം പോലും അതിൽ നിന്നൊന്നും നമുക്ക് ഒരു വരുമാനം, എനിക്കോ എന്റെ മക്കൾക്കോ, എനിക്ക് രണ്ട് മക്കളാണ്, രണ്ട് പെൺകുട്ടികളാണ്, ഒരു രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാ ആഴ്ചയും നമ്മുടെ കമ്പനി പറയുന്നുണ്ട് ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് തരുന്നു എന്ന്. അതില് ആഴ്ച വരുമാനം, മാസ വരുമാനം, റീറ്റെയിൽ പ്രോഫിറ്റും എല്ലാം എനിക്ക് ആ ഒരു ഇതിന്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മരണം സംഭവിച്ച് ഒരു ഒരു മാസം, 1.5 മാസം കഴിയുന്ന സമയത്ത് തന്നെ, 1.5 മാസം ഒന്നും ആയിട്ടില്ല, ഒരു മാസം ആയപ്പോൾ തന്നെ ഞങ്ങളെ റാങ്ക് ATC റാങ്കിൽ ആ ID DTCയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത മാസം തന്നെ ഞങ്ങൾക്ക് ലോയൽറ്റി ബോണസ്, ആ ഒരു IDയില് ലോയൽറ്റി ബോണസ് അടിച്ചിട്ടുണ്ട്. അപ്പോ ഇത്രയും വരുമാനങ്ങളൊക്കെ ഈ നമ്മള് വേറെ മേഖലയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അന്നേ ഇക്കാക്കന്റെ കൂടെ ഞാനിത് പഠിച്ചു ഇറങ്ങി എന്നെ ഇതിലേക്ക് വേറെ ഒരു കാര്യത്തിനും പുറത്തേക്ക് വിടൂല്ലായിരുന്നു. കുടുംബശ്രീക്ക് തന്നെ വാർഡിലെ പ്രവർത്തകരൊക്കെ നിർബന്ധിച്ച് അങ്ങനെ എന്താ പറയാ ലേഡീസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് വാശി പിടിച്ചിട്ടൊക്കെയാണ് ഇറക്കിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 17 വർഷം എവിടെയും പോവാത്ത, പുറത്തേക്കൊന്നും വിടാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ലാസ്റ്റ് ടൈമിൽ ആണ് കുടുംബശ്രീയിലേക്ക് ഇറങ്ങിയതും പിന്നീട് ഇതിലേക്ക് വന്നതും. അപ്പൊ അവിടുന്ന് ഒന്നും കിട്ടാത്ത ഒരു വരുമാനം നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന്, നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന്, ആ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ ആ ഒരു ഇതിന്റെ സമയം കഴിയുന്ന ആ ഒരു ഇതിൽ തന്നെ വിറ്റ് തീർത്തിട്ടുണ്ട്. അങ്ങനെ 4 മാസം 10 ദിവസം കഴിഞ്ഞ് ഇതിന്റെ കാലാവധി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റും അവശേഷിച്ചിട്ടില്ല. പിന്നെ തൊട്ട് എടുത്ത് അപ്പോഴും ഒരു ചോദ്യചിഹ്നമായിരുന്നു കേട്ടോ, ഇനി എന്തെന്നുള്ള ഒരു ഇത്. ഫാമിലിയിലൊന്നും ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫാമിലിയിൽ ആരും ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അവരെന്തോ മരുന്ന് കച്ചവടത്തിന്റെ ആളുകളാണെന്നുള്ള രീതിയിലായിരുന്നു. എന്നാലും എനിക്ക് അന്ന് ഭയങ്കര ആത്മവിശ്വാസം, ഞാൻ അതിനെ കുറിച്ച് പഠിച്ചാരെ എനിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെയല്ല, ഇത് നല്ലതാണ്, അവരിതിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഇത് എന്താണെന്നുള്ളത് ഇത് അറിയുന്ന ആളുകളോട് ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അറിയാത്ത ആളുകളോട് ഈ പ്രോഡക്റ്റിനെ കുറിച്ചോ ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തരാം. അപ്പോ ഒരു മരുന്നിനെ കുറിച്ച് ഇപ്പൊ നമ്മള് ആരോടെങ്കിലും ചോദിക്കുക, പുറത്തിട്ട ഒരു കച്ചവടക്കാരനോട് ചോദിച്ചാൽ നമുക്ക് മരുന്നിനെ കുറിച്ച് അറിയില്ലല്ലോ, അതൊരു ഡോക്ടറോട് തന്നെ ചോദിക്കണ്ടേ. അപ്പൊ അതേപോലെ ബിസിനസ് അവസരം മനസ്സിലാക്കിയ ആളുകളോട് ചോദിച്ചാൽ ആരും ഇത് തെറ്റാണെന്നുള്ളത് പറയില്ല. അപ്പൊ ഇത് പഠിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ തെറ്റിദ്ധാരണയിലൂടെ ഉള്ള സംസാരം ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇക്ക എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടാളും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇനി എന്തെന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിലായിരുന്നു ഞാനിങ്ങനെ. ഇനി എങ്ങനെ പുറത്തിറങ്ങും? അപ്പോഴും എല്ലാരും ഒരു കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചാല് ഇനി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ട, മക്കളെ നോക്കി വീട്ടിലിരിക്കുക, പിന്നെ ചെലവിനൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ എന്താ അറിയോ, ആരെയും മുമ്പിൽ കൈനീട്ടാതെ ഉള്ള ഒരു ജീവിതത്തിന് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വരുമാനം എന്നെങ്കിലും വേണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു. കാരണം നമുക്ക് അറിയാലോ നമ്മൾ ചെയ്യുന്ന ബിസിനസ് തെറ്റായിട്ടുള്ള ഒരു രീതിയിലല്ല. കാരണം നമ്മൾ പോകുന്നുണ്ട് വരുന്നുണ്ട് എന്ന് വെച്ചാല് അത് നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രമാണെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ ലീഡേഴ്സിലുള്ള വിശ്വാസവും ഒക്കെ ഉണ്ട്. അപ്പോ എന്തായാലും ഇതിൽ ചെയ്യണം എന്നുള്ള രീതി തന്നെ തുടർന്നും ഈ ഒരു ബിസിനസ്സിലൂടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു എന്റേത്. എന്നാലും ഫാമിലി തീരെ അനുവദിച്ചിരുന്നില്ല. തുടക്കത്തിലൊക്കെ നല്ല വാശിയോട് കൂടി തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോ ആ ഒരു സമയത്ത് എന്റെ കയ്യിൽ പ്രോഡക്റ്റുകളൊന്നും ഇല്ലായിരുന്നു. തുടക്കത്തിൽ തന്നെ 4 മാസം 10 ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു 35,000 രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ വീണ്ടും പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് എടുത്ത്
റീറ്റെയിലിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും എനിക്ക് പുറത്തുനിന്ന് ഒരുപാട് ആളുകള് ഈ നെറ്റ്വർക്ക് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അത് ലേഡീസ് ഒന്നും ചെയ്താലേ അങ്ങനെ വിജയം ഉണ്ടാവൂല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ, ഒരുപാട് ലേഡീസിനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടല്ലോ, എത്ര വരെയാണ് പഠിച്ചത്, അങ്ങനെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് അതിലൊന്നും ഒരു സംതൃപ്തി ഉണ്ടാവില്ല കേട്ടോ. ലേഡീസിന് ഇപ്പൊ ഒരു വലിയ ജോബൊന്നും അല്ലെങ്കിലും ഇപ്പൊ എല്ലാരും വേഗം പറയാ എവിടെയെങ്കിലും ടെക്സ്റ്റൈൽസിലോ കാര്യങ്ങളിലോ ഷോപ്പിലോ അങ്ങനെയൊക്കെ നിന്നാ പോരെ എന്നുള്ള. എനിക്ക് ഒറ്റപ്പൊടി അതിലൊന്നും ഒരു താല്പര്യമില്ല. കാരണം അത്രയും സമയം നമ്മുടെ അവിടെ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ ലാസ്റ്റ് സമയം നമുക്ക് രോഗമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാന്നല്ലാതെ നമുക്ക് പോകുന്ന ബസ് ഫെയർ വരെ ഒക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൽ നിന്നും ഉണ്ടാവില്ല. കാരണം അത് തികയൂലെന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു ബിസിനസ്സിലെ ഈ ഒരു വിശാലത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ എടുക്കുന്ന അത്രയ്ക്കും ടൈം നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടുന്ന് കിട്ടുന്നതിലും ഡബിള് സാലറി നമുക്ക് ഇവിടുന്ന് കിട്ടും. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ബിസിനസ് ഇത് ഏറ്റെടുത്ത് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. പിന്നെ നമുക്ക് ടൈം ഫ്രീഡം ഉണ്ട്. ഇപ്പോ വേറെ ഏതെങ്കിലും ഇതിലേക്ക് പോകുകയാണെങ്കിൽ അവര് പറയുന്ന ആ ഒരു സമയത്ത് അവിടെ ജോയിൻ ആവണം, അവര് പറയുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു കാര്യങ്ങൾക്കും നമുക്ക് ഒന്ന് ഫ്രീ ആക്കാനോ ഒന്നും പറ്റൂല. ഇത് എങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം അല്ലെ, എപ്പോ ഏത് സമയം വേണോന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, ഏത് സമയം നിർത്തണം എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാം, എത്ര സ്പീഡിൽ ചെയ്യണം എന്നുള്ളതും നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതിലൊന്നും എനിക്ക് അവര് പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. എന്നാലും എന്റെ ലീഡേഴ്സ് എന്റെ കൂടെ കട്ട സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിട്ട് അങ്ങനെയല്ല, നമുക്ക് ഇതിൽ തന്നെ നന്നായിട്ട് ചെയ്യണം. ബൈസാം സാറും സുബീർ സാറും അനീഫ സാറും ഒക്കെ നല്ല കട്ട സപ്പോർട്ടാണ് എന്റെ എല്ലാ കാര്യത്തിനും. അതുപോലെ അവര് മാത്രമല്ല കേട്ടോ, എല്ലാ ലീഡേഴ്സും എന്റെ കൂടെ ഉണ്ട്. എന്ത് കാര്യങ്ങൾക്കും എന്ത് ആവശ്യങ്ങൾക്കും വേണം എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആ ഒരു ഇതിലൊക്കെ എനിക്ക് നല്ല ഒരു തുടക്കത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. കാരണം ഇന്ന് ഞാന് എന്താ പറയാ ആത്മാർത്ഥ തന്റെ ഇടത്തോട് കൂടിയിട്ട് എനിക്ക് പറയാൻ പറ്റും, എന്റെ മക്കൾക്ക് ഉള്ള ഭക്ഷണം കൊടുക്കുന്നതും അവരെ കാര്യങ്ങൾക്ക് ഞാൻ എന്ത് ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വരുമാനം കൊണ്ടാണെന്നുള്ളത്. തുടക്കത്തിലൊക്കെ ഇപ്പൊ എല്ലാ ഒരു ഇതിലാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവും, തുടക്കത്തിലൊക്കെ ഇങ്ങനത്തെ മക്കളെ നോക്കാനും ഫാമിലിനെ നോക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും. അതൊക്കെ ഒരു 1-2 മാസമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ. അതേ ഒരു അനുഭവം തന്നെയാണ് എനിക്കുണ്ടായത്. തുടക്കത്തില് ആ ഒരു ഇദ്ദയുടെ കാലാവധി തീരുന്ന മുമ്പ് തന്നെ ആളുകളെ നോട്ടമൊക്കെ നിന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാന് എന്റെ മക്കളെ നോക്കാനും ഒക്കെ ഉള്ള ആ ഒരു കരുത്ത് കിട്ടിയതും ഞാൻ ഇതില് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതില് പ്രോഡക്റ്റ് ഉണ്ട്, ഈ ഒരു കമ്പനിയിലൂടെ മുന്നോട്ട് പോയാൽ അതെനിക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഓരോ റാങ്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഓരോ ഇപ്പൊ TC എന്ന് പറഞ്ഞ റാങ്ക് ചേഞ്ച് ആയാല് ആളുകൾക്ക് നമുക്ക് കമ്പനി ഒരു സർട്ടിഫിക്കറ്റ് അയക്കുന്നുണ്ട് അല്ലെ, കമ്പനിയുടെ ഒരു TC ടീം കോർഡിനേറ്റർ ആയി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് മെയിൽ അയച്ചു തരുന്നുണ്ട്. ആ ഒരു ഇതില് പിന്നെ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ഒരു കടലാസ് കൂടി നമുക്ക് കമ്പനി തരുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാനൊന്നും അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. നമുക്ക് TCയുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസിന്റെ ഇതൊക്കെ അല്ലെ, അപ്പൊ അതിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. അപ്പൊ കമ്പനി നമ്മളോട് ആഴ്ച വരുമാനവും മാസ വരുമാനവും എല്ലാം തരുന്നതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ കാര്യവും നോമിനേഷൻ ഫെസിലിറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാവോ, അങ്ങനൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഇതില് ആ ഒരു ഇൻഷുറൻസിന്റെ ക്യാഷും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് എന്റെ നോമിനേഷൻ ID-യിലൂടെ എന്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ കമ്പനി അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അത് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇതിന്റെ ആ ഒരു സമയത്ത് ബെല്ലി സാറും
സുബീർ സാറൊക്കെ വീട്ടിലിരുന്ന് വന്നപ്പോ അവര് പറഞ്ഞു പെട്ടെന്ന് പേപ്പേഴ്സ് ഒക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. കാരണം ഒരു റാങ്കില് ഒരു വർഷം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു വർഷം കഴിയുന്ന ആ ഒരു സമയമായിരുന്നു അത്. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പേപ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും, വൈകി കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അപ്പോ ഇവരെ പറഞ്ഞ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇതിന് ഹാജരാക്കണം. അപ്പോ ഒരു ലീഗൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിന് കൊടുക്കേണ്ടതുണ്ട്. ആ ലീഗൽ സർട്ടിഫിക്കറ്റിന് എന്തായാലും ഞാന് പുറത്തേക്ക് പോകണം. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോവാന്നുണ്ടെങ്കിൽ അപ്പൊ ഇതായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റൂല, ഒരുപാട് ആളുകൾ പോകാൻ പറ്റുന്നു, ഒന്നും പോകാൻ പറ്റൂല എന്നും അങ്ങനെയൊക്കെ ഉള്ള രീതി ആയതുകൊണ്ട് ഞാൻ തീരെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു 4 മാസം കണ്ടിന്യൂ ഇരുന്ന്. ഇനി ഇതിന്റെ ശേഷം നമുക്ക് പേപ്പർ കൊടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ നിന്നു. അതിനുശേഷം ഞാൻ ഇതിന്റെ സമയം കഴിഞ്ഞാൽ ആ പേപ്പേഴ്സിനൊക്കെ അപേക്ഷിച്ചു. പേപ്പർ കൊടുത്തു. 6 മാസം അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന പേപ്പറാണ്. അതൊക്കെ കഴിഞ്ഞു വന്നു. നമ്മളെ ഇൻഷുറൻസിന്റെ പോളിസിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ് ഒരു 1.5 മാസം തികഞ്ഞിട്ടില്ല. അപ്പോഴാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആ ഒരു ക്യാഷ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സുബീർ സാറും ബൈസാറൊക്കെ ഒരു ദിവസം ഫുള്ള് ഓഫീസിലിരുന്നിട്ട് ഒരുപാട് ലീഡേഴ്സിനെ വിളിച്ചു, അനീഷ് സാറൊക്കെ വിളിച്ചു, ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എന്ത് ചെയ്യണം ഇനി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്റെ കൂടെ എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക്. അപ്പൊ അവര് എന്നോട് ചോദിക്കാണ്, ഇതെന്തിനാ ഇത്രക്ക് എന്റെ കാര്യത്തിൽ ഇവരിങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളെ ലീഡേഴ്സ് നമ്മളെ കൂടെ കമ്പനി നമുക്ക് ഏതായാലും തരാന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് ഏത് റിസ്ക് എടുത്തിട്ടും നമ്മളെ വാങ്ങി തരാൻ അവർ തയ്യാറാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ പ്രോഡക്റ്റ് അല്ല, അപ്പൊ പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു, പ്രോഡക്റ്റ് അടിപൊളിയാണ്, നമ്മുടെ കമ്പനി അടിപൊളിയാണ്. കമ്പനി അടിപൊളിയാണെന്ന് പറയാൻ കാരണം ഇത്രയും വരുമാനങ്ങൾ നമുക്ക് തരാം, ഇത്രയും എല്ലാ രേഖകളും ശരിയാണെന്നുണ്ടെങ്കിൽ തരാന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടും അതും നമുക്ക് തെളിവാണ്. അപ്പൊ കമ്പനി അടിപൊളിയാണ്. നമ്മളെ ലീഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏത് സമയവും കട്ട സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ അതും അടിപൊളിയാണ്. പിന്നെന്താ നമുക്ക് നോക്കാനുള്ളത്? ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാം. ഏതൊരു സാധാരണ വീട്ടമ്മക്കും, ഏത് ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയുള്ള ആളുകൾക്കും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കൊക്കെ നമ്മള് ഒരു പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ റിസൾട്ട്, ആ ഒരു റിസൾട്ടാണ് നമുക്ക് പിന്നീടും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതാക്കുന്നത്. കാരണം വേറെ ഇതിലൊക്കെ ആണെങ്കിൽ റീപർച്ചേസ് അങ്ങനെ കിട്ടാറില്ല. ഇത് നമ്മുടെ ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പ്രോഡക്റ്റുകൾ അത്രക്കും അടിപൊളിയാണ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ടാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, കമ്പനിയിലും പ്രോഡക്റ്റിലും ഒക്കെ വിശ്വാസം വരാൻ ഇതൊക്കെ ഓരോരോ തെളിവുകളാണ്. അപ്പം അതൊക്കെ നന്ന് മനസ്സിലാക്കിക്കൊണ്ട് കമ്പനി നമ്പർ 1 ആണ്, പ്രോഡക്റ്റ് നമ്പർ 1 ആണ്, ലീഡേഴ്സ് നമ്പർ 1 ആണ്. ഇനി നമ്മൾ കൂടെ ഇതില് നമ്പർ 1 ആയാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ്. ഇത്രയൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്. ഇപ്പോ ലോയൽറ്റി ബോണസും അതുപോലെ തന്നെ അയച്ച വരുമാനങ്ങളും എല്ലാം വാങ്ങി നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലും കൂടിയാണ്. അപ്പോ നിങ്ങളെല്ലാരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. പുതിയ ആളുകൾ ഇതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നല്ല ആർക്കും ഒരു നഷ്ടവും വരാതെ ഇപ്പൊ നമ്മൾ മുടക്കുന്ന മുതൽ ക്യാഷിന് നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് റീറ്റെയിൽ ചെയ്ത് ആ ഒരു ക്യാഷ് നമ്മളെ കയ്യിലാവും, അല്ലാതെ ഒരു നഷ്ടവും നമുക്ക് ഇതിൽ വരാറില്ല. പിന്നെ വെച്ചാല് നമ്മളെ ലീഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റ് കട്ടിലിന്റെ അടിയിൽ ഇടുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം ലീഡേഴ്സ് നമ്മളെ കൂടെ നിന്ന് അത് എങ്ങനെ റീറ്റെയിൽ ചെയ്ത് ക്യാഷ് ആക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും അട്ട സപ്പോർട്ടാണ്. അപ്പൊ എല്ലാം മനസ്സിലാക്കി അവര് പറയുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് നമ്മളെ ഈ ഒരു MA ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി, അതിലെ പ്രോഡക്റ്റുകളും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
ഈ ഒരു അവസരത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ള സത്യ മാഡത്തിന്, അതുപോലെ തന്നെ ഉമ്മർ സാറിനും, അതുപോലെ എല്ലാ ലീഡേഴ്സിനും, ബാസിത് സാറൊക്കെ എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും, അതുപോലെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.